ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പടം കോ പ്രൊഡക്ഷൻ പരിപാടി ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് പടത്തിൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഭരതനാട്യം. കൊള്ളാടാ, നിന്റെ മുഖവും ഭരതനാട്യം നല്ല തീർച്ച. ഒരു നല്ല പ്രോഡക്റ്റ് ഫൈനലി ഉണ്ടാകണമെങ്കിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ദിസ് വിൽ ബി എ ഗ്രേറ്റ് ഫിലിം. മറ്റേ ആടുവൺ കണ്ടിറങ്ങിയ എൻ്റെ സ്ഥിതിയായിരുന്നു. ആടുവൺ പത്മ തിയേറ്ററിൽ ഓഡിയൻസൊക്കെ ഭയങ്കര ചിരി. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ പറയണത് പടം പോരുന്നു. അപ്പോൾ അതുപോലത്തെ അവസ്ഥയായി പോയി കൃഷ്ണനാഥിൽ. ഇവിടെ എൻ്റെ ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട്. എൻ്റെ അമ്മാവനുമായും വന്നിട്ടുണ്ട്. എൻ്റെ അനന്തരവും വന്നിട്ടുണ്ട്. എൻ്റെ മകനുണ്ട്. അവൻ സ്റ്റേജിലേക്ക് വന്നില്ല കേട്ടോ. നിങ്ങൾ ഓർത്തുകയാണ് അവനെന്താണ് അവനെ മാത്രം ഇവിടെ സ്റ്റേജ് വിളിക്കാതെ വന്നത്. അവൻ സ്റ്റേജിലേക്ക് വന്നില്ല. അവൻ അവിടെ ഇരിക്കാൻ താല്പര്യം എന്ന് പറഞ്ഞു. അധികം വലിച്ചു കിട്ടുന്നില്ല. എന്തായാലും ഇതൊരു നല്ല ഹ്യൂമർ സിനിമയായിരിക്കും. ഭരതനാട്യം. ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞ് ഇങ്ങനെ ഒരു പടം കോ പ്രൊഡക്ഷൻ പരിപാടി ഇങ്ങനെ ചെറുതായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം എന്താണ് പടത്തിൻ്റെ പേരെന്ന് ചോദിച്ചു. അപ്പോൾ അത് ഭരതനാട്യം. കൊള്ളാടാ, നിന്റെ മുഖവും ഭരതനാട്യം നല്ല തീർച്ച. കൃഷ്ണദാസ് ഇതിനു മുമ്പ് എന്നോടൊരു കഥ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു. ഒരു 4-5 വർഷമായല്ലേ. ഒരു ഫാൻറ്റസി കഥയായിരുന്നു. ആ കഥ കേട്ടിട്ട് ഞാൻ ഒരുപാട് ചിരിച്ചായിരുന്നു. അത് അവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ആ കഥ. അപ്പോൾ ഞാൻ ചിരിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. ചിരിച്ച് എല്ലാം ഓക്കെയാണ്, നല്ല കഥയാന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ പറഞ്ഞു പക്ഷേ ഇത് എനിക്ക് വർക്കായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഞെട്ടിപ്പോയി. ഭയങ്കരമായിട്ട് ചിരിക്കുകയും ചെയ്തത്. മറ്റേ ആടുവൺ കണ്ടിറങ്ങിയ എൻ്റെ സ്ഥിതിയായിരുന്നു. ആടുവൺ പത്മ തിയേറ്ററിൽ ഓഡിയൻസൊക്കെ ഭയങ്കര ചിരി. പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് ആൾക്കാർ പറയണത് പടം പോരുന്നു. അപ്പോൾ അതുപോലത്തെ അവസ്ഥയായി പോയി കൃഷ്ണനാഥിൽ. അപ്പോൾ അങ്ങനെ പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് അവനെ ഞാൻ പിന്നെ ഇപ്പോൾ ക്ലിയർ ചെയ്ത് കൊടുത്തു. അതായത് നായകനായിട്ട് അഭിനയിക്കാനുള്ള എൻ്റെ പ്രശ്നം, അതായത് നായകനായിട്ട് വർക്കൗട്ട് ആവില്ല എന്നുള്ളതായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എൻ്റെ തന്നെ നായകനായിട്ടായിരുന്നു അവൻ കൺസെപ്റ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഹോസ്റ്റലർ ഇവിടെ തൃശ്ശൂർ ഷൂട്ട് നടക്കുന്ന സമയത്ത് വീണ്ടും അവനൊരു കഥയായിട്ട് വന്നു. അതാണ് ഈ കഥ. അങ്ങനെ ദുബായിൽ ഞാൻ പോയപ്പോഴത്തേക്കും തോമസ് ചേട്ടനെ കണ്ടു. അങ്ങനെ തോമസ് ചേട്ടനുമായിട്ട് ഇത് പിച്ച് ചെയ്യുന്നു. അപ്പോൾ തോമസ് ചേട്ടന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. അങ്ങനെയാണത് പ്രൊജക്റ്റ് ആവുന്നത്. പിന്നെ നമ്മുടെ ക്യാമറമാൻ ബബ്ലുവിൻ്റെ ഫസ്റ്റ് സിനിമ എനിക്ക് തോന്നുന്നത് അന്താക്ഷരി ആയിരുന്നു അല്ലേ. അന്താക്ഷരിയിൽ വിപിൻ ദാസ് കണ്ടെത്തിയ ക്യാമറമാനാണ് രാജീവ് രവി. അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ്. അപ്പോൾ ജയ ജയ ഹേ ഈ അടുത്ത കാലത്ത് ഏറ്റവും വലിയ ഹിറ്റായ സിനിമ, അതിൻ്റെ ക്യാമറമാൻ ബബ്ലുവാണ്. അപ്പം അദ്ദേഹമാണ് നമ്മുടെ സിനിമാറ്റോഗ്രാഫർ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാ ടെക്നീഷ്യൻസിൻ്റെ പേരെടുക്കുന്നില്ല. എല്ലാവരും നിങ്ങൾക്ക് എല്ലാവർക്കും പരിചിതമായിട്ടുള്ള പേരുകളാണ്. എല്ലാവരും ഒരുപാട് സക്സസ്ഫുൾ സിനിമകളുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ്. തിരുവല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം കുറേ പടങ്ങൾ എടുത്തിട്ടുണ്ട്. സാധാരണ പ്രൊഡ്യൂസർമാരെ മാതിരി അല്ലാതെ കലയെ സ്നേഹിക്കുകയും നല്ല പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യണമെന്നുള്ള പാഷനോട് കൂടിയിട്ട് ദുബായിൽ കച്ചവടമൊക്കെയാണെന്ന് തോന്നുന്നു, എന്തോ ബിസിനസ്സൊക്കെ ഉണ്ട് അദ്ദേഹം കേരളത്തിൽ വന്ന് നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടി കുറച്ച് നല്ല പടങ്ങൾ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ള ആളാണ്. പല പടങ്ങളും അദ്ദേഹം ചെയ്തു. ഇത് അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പടമാണ്. അതിന് സത്യം പറഞ്ഞാൽ എൻ്റെ കുറച്ച് ഐശ്വര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു പടത്തിന് വേണ്ടി കാത്തു വെച്ചതുണ്ടായിരുന്നു, സൂക്ഷിച്ചു വെച്ചൊരു എൻ്റെ ഒരു പോക്കറ്റിലുണ്ടായിരുന്നു. അതെന്തായാലും അദ്ദേഹത്തിന് ഞാനിന്ന് കൊടുക്കുകയാണ്. എല്ലാ ഐശ്വര്യങ്ങളും വരികയാണ്. പിന്നെ എനിക്ക് ഒരു കാര്യം മാത്രം പറയാനുണ്ട്. അത് പ്രൊഡ്യൂസറോടും സംവിധായകനോടും ഒരു ചെറിയ ടിപ്പ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ട്, അറിയാം. ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ടാവും. എന്തൊക്കെ തന്നെയായാലും അതെങ്ങനെയെങ്കിലും തരണം ചെയ്ത് അത് ശരിയായില്ല, ഇതൊന്നും എടുക്കാം, സമയം കഴിഞ്ഞു, അല്ലെങ്കിൽ അത് പിന്നെ അത് ശരിയായില്ല, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും നമ്മൾ വകവയ്ക്കരുത്. ഒരു നല്ല പ്രോഡക്റ്റ് ഫൈനലി ഉണ്ടാകണമെങ്കിൽ ഒരു കോംപ്രമൈസും ചെയ്യരുത്. അങ്ങനെ ചെയ്യാൻ പറ്റിയാൽ ദിസ് വിൽ ബി എ ഗ്രേറ്റ് ഫിലിം.
ഓഡിയൻസിലേക്ക് എത്തിക്കാനുള്ളൊരു സന്തോഷമുണ്ട്. കാരണം ഇതൊരു നല്ല സ്റ്റോറിയാണ്, നല്ല ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു എൻജോയബിൾ ആയ മൂവിയായിട്ട് ഓഡിയൻസിലേക്ക് എത്തും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. ആ സന്തോഷത്തിലാണ്. ആസ് എൻ ആക്ടർ ഇപ്പോൾ നല്ലപോലെ പോകുന്നുണ്ട്, നല്ല റോൾസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ആസ് എ പ്രൊഡ്യൂസറും അത് ചെയ്യാൻ പറ്റണം എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്.